കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡിക്ക് തിരിച്ചടി. ഇഡി പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. 2 മാസത്തിനകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇഡി കഴിഞ്ഞ കുറേ നാളുകളായി കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാടിൽ സിപിഎമ്മിനെതിരെ സിപിഎമ്മിനെ പ്രതി ചേർക്കുന്ന സാഹചര്യം വരെയുണ്ടായി. സിപിഎമ്മിന്റെ 29 കോടി രൂപയുടെ സ്ഥാവര വസ്തുക്കളും കെട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല 73 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപങ്ങൾ 8 അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു പാർട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ കള്ളപ്പണ ഇടപാടിൽ പ്രതി ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സിപിഎമ്മിനെ കൂടി പ്രതി ചേർത്തുകൊണ്ട് തന്നെയായിരുന്നു ഇഡി ഈ നീക്കം തുടങ്ങിയിരുന്നത്. മാത്രമല്ല സിപിഎമ്മിന്റെ ബ്രാഞ്ച് ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ MM വർഗീസിന്റെ പേരിലാണ് പൊറത്തുശ്ശേരി ബ്രാഞ്ചിന് വേണ്ടിയിട്ടുള്ള ഭൂമി 4.66 സെന്റ് ഭൂമി 13 ലക്ഷത്തിന്റെ ഭൂമി വാങ്ങിയതെന്നും അത് ഈ കള്ളപ്പണ ഉപയോഗിച്ചാണ് എന്നുമായിരുന്നു ഇഡിയുടെ വാദം. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും നിക്ഷേപകരിൽ നിന്നും, അതായത് ബാങ്ക് ലോൺ വഴി തട്ടിയെടുത്ത പണം, കോടികളുടെ പണം ഉപയോഗിച്ചിട്ടാണ് സിപിഎമ്മിന്റെ പല നേതാക്കളും അനുയായികളും കോടീശ്വരന്മാരായതെന്നായിരുന്നു ഈ ഇഡി വാദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്നും പിടിച്ചെടുത്ത പണം തന്നെ നിക്ഷേപ തട്ടിപ്പിനിരയായവരുടെ പണം തിരികെ നൽകാൻ, ആ പണം ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ ഇഡി ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ച്, അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് ഇഡി ഹൈക്കോടതിയിൽ സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ ഈ പണം തിരികെ കൊടുക്കണമെങ്കിൽ പോലും അതിന് കൃത്യമായ രേഖകൾ വേണം എന്ന് സർക്കാരും ബാങ്കും നിരന്തരം ആവശ്യപ്പെട്ടിട്ട് പോലും അത് രേഖകൾ നൽകാൻ ഇഡി തയ്യാറാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല ക്രൈംബ്രാഞ്ചും നിരന്തരം ഈ രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നൽകിയ ഹർജിയിലാണ്, അതായത് ഇഡി രേഖകൾ നൽകുന്നില്ല എന്നുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ഇഡി പിടിച്ചെടുത്ത എല്ലാ രേഖകളും ക്രൈംബ്രാഞ്ചിന്റെ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കൈമാറണം. മാത്രമല്ല ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ 2 മാസത്തിനകം പൂർത്തിയാക്കണം. ഈ മാസം 25-നുള്ളിൽ, ജൂലൈ 25-നുള്ളിൽ രേഖകൾ മുഴുവൻ കൈമാറണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശം.